ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് റമദാൻ 2ൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നൈസ് പത്തിരിയും അതേപോലെ ബീഫ് വരട്ടിയതുമാണ് കേട്ടോ. പിന്നെ മീനിൻ്റെ കറി ഉണ്ടായിരുന്നു, അതുമാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ മോനെന്താ അവിടെ ഒരു സ്റ്റൂളുണ്ട്, ചെറിയ സ്റ്റൂള്, അത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും റെഡിയാക്കാനും പത്തിരിയും അതൊന്നും റെഡിയാക്കാനൊന്നും സമ്മതിക്കില്ല, ഓരോന്നും ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അതാക്കുന്ന ബീഫ് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ടുള്ള റെസിപ്പിയൊന്നും ഇടുന്നില്ല കേട്ടോ, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കൾ സ്കൂളൊക്കെ ഇട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ തുടങ്ങിയത്. 3:30-4 മണി സമയമാണ് തുടങ്ങിയത്. അപ്പോൾ നൈസ് പത്തിരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ബീഫിനുള്ള തക്കാളി ഇട്ടിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിതിലേക്ക് ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈഫും പിന്നെ ചെറിയ മോന് ഇതാക്കണം അവിടെ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈഫ് ഇന്നലെ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് പിടിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ പിന്നെ നോമ്പ് ഒന്നിന് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തിട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബീഫ് ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ആരും വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഷോപ്പിൽ നിന്ന് അവർ വരാൻ സാധ്യതയില്ല. അവർ ഇവിടുന്ന് പള്ളിയിൽ നോമ്പ് തുറക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫിന് റെഡി ആയിട്ടില്ല കേട്ടോ, അത് കുറച്ച് സമയം വരട്ടി എടുക്കാനുണ്ട്. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചതാണ്. അതിലേക്ക് ഞാൻ പിന്നെ ഗ്രാമ്പുണ്ടല്ലോ, ഗ്രാമ്പും അതേപോലെ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് തരിക്കഞ്ഞി. അപ്പം അവർ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ അത് അതിലേക്ക് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്താൽ അത് അവർക്ക് കുടിക്കാമല്ലോ. അങ്ങനെ അത് ഞാൻ വേഗം റെഡിയാക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഞാൻ സേമിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. സേമിയ ഇട്ടെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സേമിയ ഇല്ലെങ്കിൽ സേമിയത്തിന് പകരം മുട്ടയും ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ മുട്ടേൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. മുട്ട നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് ചെറിയ ഓട്ടക്കയിലുണ്ടല്ലോ, അതിലിട്ടിട്ട് ഇങ്ങനെ നൂല് പോലെ ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സേമിയ പോലെ അങ്ങനെ ആയിട്ട് വരും, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ. അപ്പം പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും പിടിക്കില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഫിൻ്റെ വരട്ടീൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അധികം മധുരം പറ്റൂല, പക്ഷേ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ തരി ഉണ്ടല്ലോ, റവ ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിച്ച് പിന്നെ കറി പോലെ ആയി പോകുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 4 ഗ്ലാസ്സിലും കുറച്ച് താഴെയാണ് കേട്ടോ തരി ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. ഇതൊരു ചെമ്പ് തരി ഉണ്ടല്ലോ, അപ്പം ഒരു കയ്യിലൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. സേമിയ അടുക്കി പിടിക്കുമ്പോൾ തന്നെ ഇതും പിന്നെ കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നാസിമാനം കാണുന്നില്ല, വിളിച്ചിട്ട് മുന്തുന്നില്ല. അപ്പോൾ പുറത്തേക്ക് പോയി നോക്കുമ്പോണ്ട് അവന് ചൂലെടുത്തിട്ട് അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരത്തെ ഞാനിവിടെ ക്യാമറ അങ്ങനെ വെച്ചപ്പോൾ എടുത്തിട്ട് വന്ന് കുലുക്കി തള്ളിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ചപ്പോൾ പുറത്തേക്ക് പോയി. ബാക്കിയുള്ളവർക്ക് അവിടെ TV കണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതാക്കുന്ന ചൂലൊക്കെ എടുത്ത് അതൊക്കെ വാങ്ങി വെച്ചപ്പോൾ പിന്നെ അടുത്തത് മോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കളിയായിട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അതാ ബീഫ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് ഇനി ഞാൻ വരട്ടിയെടുക്കുന്നില്ല, കാരണം കുറച്ച് ഗ്രേവി കൂടി വേണം കേട്ടോ. അപ്പോഴാണ് നിസ്ബത്തിൻ്റെ കൂടെ കഴിക്കണമല്ലോ, കൂടെ കൂട്ടാൻ വേണ്ടി കുറച്ച് ഗ്രേവി വെക്കുന്നുണ്ട്. അപ്പോൾ ആ തരി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിളച്ച് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വറവിടാണ്ട് ഞാൻ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് നിസ്ബത്തിരി ഉണ്ടാക്കുകയാണ്. ഞാൻ അടുപ്പിൽ എടുത്തു തന്നെയാണ് കേട്ടോ. പരത്തലും ചുടലൊക്കെ ഒപ്പരാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഒന്നുകൂടി എളുപ്പം. മക്കൾക്കൊക്കെ നൈസ് പത്തിരി ആകുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് അതിന് ശേഷം ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചപ്പാത്തി ചുട്ടിട്ടുള്ള ചട്ടിപ്പത്തിരിയാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരൊന്നും നോമ്പ് തുറക്കാൻ വരില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് തെറ്റിയിട്ട് അപ്പോൾ അങ്ങനെ ആണുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.